എന്താണ് അമ്മ പറഞ്ഞ കള്ളങ്ങൾ? 6, 7, 8 പിള്ളേരുള്ളപ്പോൾ ഉള്ള കഞ്ഞിയും ചോറും വെച്ചിട്ട് ഈ 6 പാത്രത്തിലാക്കി അമ്മ കൊടുത്തിട്ട് അമ്മ പട്ടിണി കിടന്നു. മക്കൾ ചോദിച്ചു, അമ്മ കഴിക്കുന്നില്ലേ? അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് വിശപ്പിൽ. ഉള്ള മക്കൾക്ക് കൊടുത്തിട്ട് അമ്മ തറയിൽ കിടന്നു. മക്കളെ ചോദിച്ചു, അമ്മയ്ക്ക് വേണ്ടേ? അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് തറയിൽ കിടക്കുന്ന ഇഷ്ടം. ഉള്ള തലയിണ മക്കൾക്ക് കൊടുത്തിട്ട് അമ്മ തറയിൽ കിടന്നു. മക്കൾ ചോദിച്ചു, അമ്മയ്ക്ക് തലയിണ വേണ്ടേ? അമ്മ പറഞ്ഞു, തലയിണ വെച്ച് അമ്മയ്ക്ക് തലവേദന എടുക്കും. കേട്ടോ മക്കളെ, ഇത്ര ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞാ നിന്റെ തള്ള നിന്നെ വളർത്തിയത്. ഈ അമ്മയെ വഴിയിലിറക്കി വിടരുത്. ഞാൻ പറഞ്ഞൊരു വാചകം ആവർത്തിക്കുന്നു, തൊട്ടിലുണ്ടായിട്ടും നെഞ്ചിലിട്ടുറക്കിയ നിന്റെ അമ്മയെ കട്ടിലുണ്ടായിട്ടും വഴിയിലിറക്കി വിടരുത്. ഇപ്പൊ നിങ്ങൾ തോന്നുന്നു അപ്പം കരയാറ്. ഞാൻ പിള്ളേരോടൊക്കെ ചോദിക്കും, അമ്മ കരയുന്ന കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പം കരയുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന അപ്പം കരയില്ലെന്നല്ലേ? അപ്പം കരയും. അപ്പൻ ഉരുകുന്ന കണ്ടിട്ടുണ്ടോ? ഉരുകുന്ന ആ ഉരുക്കം അറിയുന്ന ആളാ തൊട്ടടുത്തിരിക്കുന്ന അപ്പൻ്റെ. ലോകത്തിലെ ഏറ്റവും വലിയ തമാശക്കാരൻ പറഞ്ഞു, കുടുകുട ചിരിപ്പിച്ച ചാർലിൻ ചാപ്ലിൻ പറഞ്ഞു, പെരുമഴ പെയ്യാൻ ഞാൻ കാത്തു നിൽക്കും, മഴയത്തിറങ്ങി ഞാൻ കരയും. ഞാൻ കരയുന്ന ആരും കാണല്ല. മകളെ, അപ്പം കരയും, പക്ഷെ നീ കാണാതെ തുടയ്ക്കുക. നീ ഇന്ന് അനുഭവിക്കും തണൽ. ഇന്നലെ അപ്പൻ കൊണ്ട് വെയില. വഴിയിലിറക്കി വിടരുത് കേട്ടോ. കരയിപ്പിക്കും. അപ്പനെ അമ്മയും വേദനിപ്പിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ മർമ്മം വലിയത്. ഈ മണവാളൻ മറ്റൊരു മണവാളനും ഈ മണവാട്ടി മറ്റൊരു മണവാട്ടിക്കും നിഴൽ. ഈ കല്യാണം സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന വലിയ കല്യാണം നിഴൽ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവറിയിൽ പരമയാഗമായി തീർന്ന നസ്രയനായ യേശു ക്രിസ്തുവിന് വിശുദ്ധ ബൈബിൾ നൽകുന്ന വിശേഷണങ്ങളിൽ ഒന്നാണ് കുഞ്ഞാട്. തന്റെ പാപപരിഹാര ബലി വിശ്വസിച്ച് തന്നെ കാത്തിരിക്കുന്ന സഭയ്ക്ക് വേദോസം കൊടുക്കുന്ന മറ്റൊരു പേരാണ് കാന്ത. മണത്തെ LIC എടുത്താലും കടഭാരം മാറണമെന്നില്ല. റിയാലിറ്റിയും അഭിനയവും രണ്ടും രണ്ടാണ്. ചെറുപ്പക്കാരെ, അഭിനയം റിയാലിറ്റിയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മകളെ, നിങ്ങളുടെ വീട്ടിൽ ഉയരണ്ട, ഒരു ക്രിസ്തീയ വീട്ടിൽ ഉയരണ്ട 6 ഗാനങ്ങളുണ്ട് ലൂക്കോസ് വിശേഷത്തിൽ. അതെല്ലാവർക്കും ബാധകമാണ്. അതൊന്ന് പറഞ്ഞ് ഞാൻ വിവാഹം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-2 അധ്യായങ്ങളിൽ 6 ഗാനങ്ങളുണ്ട്. ഒന്നാമത്തെ ഗാനം സോങ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ പാട്ട്, എലിസബത്തിന്റെ പാട്ട്. മകളെ ചോബിൻ, നിസി, നിങ്ങളുടെ വീട്ടിൽ ഉയരേണ്ട സ്നേഹത്തിന്റെ ഗാനമാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ചില രാവിലെ എഴുന്നേക്ക് തന്നെ വഴക്കെങ്ങനെ ഉണ്ടാക്കാന്നും പറഞ്ഞ. Where there is God, there is faith. Where there is faith, there is love. Where there is love, there is peace. Where there is peace, there is no need. എവിടെ ദൈവമുണ്ടോ, ഇവിടെ ദൈവ സാന്നിധ്യമുണ്ടോ, അവിടെ പരസ്പര വിശ്വാസമുണ്ട്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ സ്നേഹമുണ്ട്. എവിടെ സ്നേഹമുണ്ടോ അവിടെ സമാധാനമുണ്ട്. എവിടെ സമാധാനമുണ്ടോ there is no need. നിങ്ങൾക്ക് 2 നില കെട്ടിടമില്ലെങ്കിലും, AC റൂമില്ലെങ്കിലും, മാർബിൾ തറയില്ലെങ്കിലും ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. ഒരു സുവിശേഷ പ്രശ്നം ഞാൻ പറയാം. ദൈവ സാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവ സാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ, ദൈവ സാന്നിധ്യമില്ലാത്ത മാർബിൾ തറയേക്കാൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ചെറ്റക്കുടിൽ ശ്രേഷ്ഠമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മകളെ, നിങ്ങളുടെ വീട്ടിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം. ഞാൻ ഈയിടെ കല്യാണങ്ങൾക്കെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കുഞ്ഞിനെ, ഒരു മോളെ ഒരപ്പൻ വളർത്തി വലുതാക്കി ഒരു കൊച്ചന്റെ കയ്യിലോട്ട് പിടിച്ചു കൊടുക്കുമ്പോഴേ അപ്പന്റെ ആഗ്രഹം എൻ്റെ കുഞ്ഞ് സമാധാനത്തിൽ കഴിയണമെന്ന്. അവർ കൊട്ടാരം ഇല്ലെങ്കിലും, BMW കാറില്ലെങ്കിലും സമാധാനം കിട്ടണമെന്ന്. അല്ലേ അപ്പ? അല്ലേ പപ്പ? ആന്നു
സ്വസ്ഥത കിട്ടണം. അതുപോലെ എൻ്റെ കൊച്ചിനെ കെട്ടുമ്പം ഒരു കൊച്ചൻ്റെ ആഗ്രഹം അത് തന്നെ, എൻ്റെ ജീവിതത്തിൽ എന്ത് വേണം വെച്ചാൽ സമാധാനം വേണമെന്നാണ്. ഞാനിപ്പോൾ പലയിടത്തും പറഞ്ഞ് നിങ്ങൾ കേൾക്കാറുണ്ട്. ഒരു വളരെ പ്രസിദ്ധരായ ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിൻ്റെ കല്യാണത്തിന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു വളരെ പ്രസിദ്ധരായ, എന്നോടൊപ്പം ഒത്തിരി വേദിയിൽ അവർ പാടിയിട്ടുമുണ്ട്. കുറേ പേര് പറഞ്ഞ് നിങ്ങളൊക്കെ അറിയും. ഇവിടെ പ്രസിദ്ധരായ ഇമ്മാനുവൽ കേവൽ, എൻ്റെ മോൻ്റെ കല്യാണത്തിനും അദ്ദേഹം പാടിയത്. വളരെ എനിക്ക് തോന്നുന്നു ഈ പാട്ട് കേൾക്കാനിരിക്കുന്നുള്ളെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഈ കല്യാണത്തിന് സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരി ഇവിടുന്ന് കരയുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര കല്യാണം കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ എത്ര വേദിയിൽ നിന്ന് പാടിയിട്ടുള്ളതാ, എത്ര കല്യാണത്തിന്, ഇപ്പൊ എന്നാ കരഞ്ഞേ? ഇവിടെ നോക്കിയേ. ഉടനെ അവര് പറയാ, പാസ്റ്ററേ ചങ്കു പറിച്ചാണ് ഈ കൊടുക്കുന്നതെന്ന്. അല്ലോ, മനസ്സിലായോ? ഒരപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ വളർത്തിയേ, നിന്റെ തരുമ്പളേ ചങ്കു പറിച്ചാ തരുന്നേ. നിനക്ക് ഇടിക്കാനുള്ളതല്ല, നിനക്ക് തൊഴിക്കാനുള്ളതല്ല, നിന്റെ കോപം തീർക്കാനുള്ളതല്ല ഭാര്യ, നിനക്ക് തെറി വിളിക്കാനുള്ളതല്ല, നിന്റെ കാൽക്കിട്ട് ചവിട്ടാനുള്ളതല്ല ഭാര്യ. ഒരപ്പന്റെ അമ്മയുടെയും ചങ്ക പറിച്ചു തരുന്നേ. ഭാര്യയെ തല്ലുന്ന ആരെങ്കിലും അതിനകത്ത് വന്നേ ഗുണമായി പോകണമെന്ന് രാവിലെ മനസാന്തരപ്പെട്ടു പോകണം. സോങ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ പാട്ട് ഉയരണം. രണ്ടാമത്തെ പാട്ട് മറിയുടെ പാട്ടാണ്, സോങ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പാട്ട്. എന്താ? ശക്തനായവൻ എനിക്ക് വലിവ് ചെയ്യും, കർത്താവ് എന്നോട് അരുളിച്ച് നിവർത്തിക്കും. വിശ്വാസത്തിന്റെ പാട്ട്. മകളെ, ഇന്ന് നിങ്ങൾ സന്തോഷവരിലാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല പ്രൊഫഷണലുണ്ട്, ജോലിയുണ്ട്. പക്ഷേ ക്രിസ്ത്യ ജീവിതം എന്നും സുഖലോലുപത്വമൊന്നും അല്ല. പ്രതിസന്ധി ജീവിതത്തിൽ വരും, പ്രശ്നം വരും. പ്രശ്നങ്ങൾ വരുമ്പോൾ തമ്മിൽ കുറ്റപ്പെടുത്തരുത്. മുട്ടിമേ നിൽക്കണം, പ്രാർത്ഥിക്കാൻ തുടങ്ങണം, പരസ്പരം ധൈര്യപ്പെടുത്തണം. ഇവരോട് മാത്രമല്ല, എല്ലാവരോടോ പറയുന്നേ. ആരാധന മല കയറുന്ന അബ്രഹാമിനെ നോക്കുക. നിരാശാഭാവമുണ്ട്, ഏകജാതനെ അർപ്പിക്കണമുള്ള ചിന്തയുണ്ട്. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഈ മോനെ ചങ്കിന് കൊള്ളുന്നൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? അപ്പാ, പറഞ്ഞാട്ട് വിശ്വാസികളെ, തീയുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എവിടെ? ഈ അപ്പൻ ഉള്ളു കാളി കാണും. നീയാടാ യാഗമെന്നാണ് പറയേണ്ടത്. ഈ അപ്പം പറഞ്ഞു, യഹോവായിരേ, ദൈവം കരുതും. എന്നെ നോക്കിയേ മക്കളെ, ഭർത്താവ് തളരുന്ന അവസ്ഥ വരും, ഭാര്യ തളരുന്ന അവസ്ഥ വരും, അപ്പൻ തളരുന്ന അവസ്ഥ വരും. ഭർത്താവ് തളരുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം, ഭാര്യ തളരുമ്പോൾ ഭർത്താവ് ധൈര്യപ്പെടുത്തണം. മക്കള് തളരുമ്പോൾ അപ്പനും അമ്മയും ധൈര്യപ്പെടുത്തണം, അപ്പനും അമ്മയും തളരുമ്പോൾ മക്കൾ ധൈര്യപ്പെടുന്നു. എന്താ ധൈര്യപ്പെടുത്തണ്ടേ? നിങ്ങൾ ഭർത്താവിനെ എന്നാ വിളിച്ച് പറഞ്ഞാച്ചാ, നമ്മളെ ഇതുവരെ നടത്തിയ ദൈവം നമ്മളെ കൈവിടില്ല, അവൻ നമുക്ക് വേണ്ടി കരുതും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്നിച്ചെന്ന് പറഞ്ഞേ, യഹോവായിരേ, ദൈവം കരുതും. ഏത് പ്രതിസന്ധിയിലും പറയണം, ദൈവം കരുതും. അല്ല വിഷം വാങ്ങിച്ചോണ്ട് വരാനല്ല പറയണ്ടേ, കഞ്ഞിക്കാലത്തിൽ കലക്കാമെന്നല്ല പറയണ്ടേ, ഒന്നിച്ച് ഡ്രൈവർ ട്രാക്കിൽ ചാടാമെന്നല്ല പറയണ്ടേ, ഞരമ്പ് മുറിക്കാമെന്നല്ല പറയേണ്ടത്. യഹോവായിരേ, മക്കളെ, ഏത് പ്രതിസന്ധിയിലും മുട്ടിമേ നിൽക്കണം, ദൈവം കരുതും. മൂന്നാമത്തെ പാട്ട്, സോങ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ പാട്ട്, സെക്കരിയാവിന്റെ പാട്ട്. ദൈവം തന്നെ ജനത്തെ സന്ദർശിക്കും. നീയോ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രത്യാശയുടെ പാട്ട്. മുൻപേ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രതിസന്ധി പ്രശ്നമൊക്കെ വരും. When a train goes through a tunnel and it gets to tracks dark, ഒരു ട്രെയിൻ പോകുമ്പോൾ തുരങ്കത്തിലൂടെ പോകേണ്ടി വരും. അപ്പോൾ ഇരുട്ട് വ്യാപിക്കും. ഇരുട്ട് വ്യാപിക്കുമ്പോൾ ടിക്കറ്റ് എടുത്ത് കളഞ്ഞിട്ട് ചാടരുത്, അതിനകത്ത് തന്നെ ഇരിക്കണം. ത്രോ away the ticket and jump off. പാടില്ല. You still sit on the track. ആ സീറ്റിൽ തന്നെ ഇരിക്കുക, ആ എഞ്ചിൻ്റെ അവരെ വിശ്വസിക്കുക. നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരും. ഇരുട്ട് അല്പനേരത്തേക്കേ ഉള്ളൂ, നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരും. മകളെ, പ്രശ്നം വരും, പ്രതിസന്ധി വരും. അപ്പൊ ആകെ പെന്തക്കോസുകാർക്കുള്ളത്, പൊട്ടിച്ചു കളയാൻ താലിയില്ല, ഊരിക്കളയാൻ എന്തോ ഇല്ലച്ചാ, മോതിരവും ഇല്ല. പിന്നെ ആകെ ഉള്ള ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരും. ഇതാ ഒരു ഇന്നാ കിടക്കുന്ന സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ട് ചാടരുത്.